നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കിടന്ന് കരച്ചിലാണ്. പതിവ് പോലെ കേരളത്തിനൊന്നുമില്ല എന്നാണ് ഈ കരച്ചിൽ. ഇനി അവരിൽ തന്നെ ചില മാധ്യമങ്ങൾ കൊടുത്ത മറ്റൊരു വാർത്ത കൂടി, ഒരു കാർഡ് വാർത്തയാണ്. അത് നോക്കൂ. കേരളത്തിന് കേന്ദ്ര നികുതി വിഹിതം 24,008 കോടി എന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചത് 21,261 കോടി എന്നായിരുന്നു. അതിൽ എത്ര കോടി കൂടുതലുണ്ട് എന്ന് നോക്കുക. എന്നിട്ട് അതേ വാക്കിന് തന്നെ അവർ പറയും കേരളത്തിനൊന്നും കൊടുക്കുന്നില്ല എന്ന്. ഇനി ഇതിപ്പോൾ നികുതി വിഹിതമാണ് എന്ന് വെക്കാം. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എന്ന് ജനങ്ങൾക്ക് കൂടെ മനസ്സിലാവണ്ടേ. കേരളത്തിന് ഒന്നുമില്ല എന്നാണല്ലോ പറയുന്നത്. 1.52 ലക്ഷം കോടി കൃഷിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ മൊത്തത്തിലായിട്ടാണ്. എന്താ കൃഷിയില്ലേ കേരളത്തിൽ? അർബുദ രോഗ മരുന്നുകൾക്ക് വില കുറയും. ഇവിടെ ഈ ക്യാൻസർ രോഗികളൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ 1.20 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്താ ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആരുമില്ലേ? 1 കോടി യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പ്, 5,000 രൂപ മാസം സ്റ്റൈഫൻഡ്. കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളില്ലേ? എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന റോഡുകൾ 25,000 ഗ്രാമങ്ങളിൽ. ഇവിടെ എന്താ ഗ്രാമങ്ങളില്ലേ? രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരാം. കുട്ടികൾ കേരളത്തിലില്ലേ? റബ്ബർ ബോർഡ് 320 കോടി, സ്പൈസസ് ബോർഡ് 130 കോടി, HLL ലൈഫ് കെയർ തിരുവനന്തപുരം 15 കോടി, കൊച്ചിൻ പോർട്ട് 77.5 കോടി, കൊച്ചിൻ ഷിപ്പ്യാർഡ് 355 കോടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം 129.50 കോടി, നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് തിരുവനന്തപുരം 17.40 കോടി, ശ്രീചിത്ര തിരുവനന്തപുരം. ഇതൊക്കെ അടക്കമുള്ള 25 സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1,615 കോടി. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള 16 സ്ഥാപനങ്ങൾക്ക് 950 കോടി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 7 സിഡക് സ്ഥാപനങ്ങൾക്ക് 270 കോടി. ആദായ നികുതി സ്ലാബ് 50,000 നിന്നും 75,000 ആക്കി. നികുതിദായകർ ആരുമില്ലേ ഈ കേരളത്തിൽ? വിദ്യാഭ്യാസ വായ്പ 10 ലക്ഷം രൂപ വരെ പ്രത്യേക സഹായം. സ്വർണവും വെള്ളിയും തീരുവ 6% കുറച്ചു. ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ വാങ്ങുന്നവർ കേരളത്തിലല്ലേ? മുദ്രവായ്പ 20 ലക്ഷമാക്കി. മൊബൈലും ചാർജറുമൊക്കെ വില കുറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഗുണമില്ലേ? ഇങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി ഗുണോപകാരപ്രദമായിട്ടുള്ള വിവിധ പദ്ധതികൾ കേരളത്തിന് ലഭിക്കുമ്പോൾ പിന്നെയും കിടന്ന് കരയുന്നു ഇവിടത്തേക്കൊന്നുമില്ല എന്ന്. ശരി, വമ്പൻ പദ്ധതികളും വമ്പൻ കോടികളുമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 10-60 വർഷത്തിനിടയിൽ പലരും ഭരിച്ച ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഭരിച്ചത്. ആ കാലത്ത് കേരളത്തിന് എന്തെങ്കിലും കിട്ടിയിരുന്നോ? അങ്ങനെ എടുത്തു കാണിക്കാൻ മാത്രം ഏതെങ്കിലും വലിയ വമ്പൻ പദ്ധതികളോ വമ്പൻ സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് സഹായധനമായിട്ട് കോടികൾ പ്രഖ്യാപിക്കാൻ പറ്റൂ. അല്ലാതെ എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ പറ്റുക? നിലവിലുള്ള നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും അതേപോലെയുള്ള ISROയും അതേപോലെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടു കൂടിയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അവർ അതാത് വീതം നൽകിയിട്ടുണ്ട്. പിന്നെ എയിംസ് വരുമോ എന്നാണ് ചോദ്യം. കഴിഞ്ഞ 10-60 വർഷമായിട്ട് കോൺഗ്രസ് കൊണ്ടുവന്നില്ല എയിംസ്. ഇപ്പോൾ BJPക്ക് ഒരു MPയും ഒരു മന്ത്രിയെയും കിട്ടിയിരിക്കുകയാണ്. 2-ാം മാസത്തിൽ തന്നെ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് എവിടെ എയിംസ് എന്ന്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ആളുകൾ മറക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മനസ്ഥിതി. വന്ദേ ഭാരത് ആരും ആവശ്യപ്പെടാതെ വന്നതുപോലെ തന്നെ എയിംസും ഇവിടെ വന്നിരിക്കും. കാരണം അത് പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വരിക തന്നെ ചെയ്യും.